ഇപ്പം നിങ്ങൾ രണ്ടുപേരും ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തുകൊണ്ട് CMR-ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ഒരു വലിയ വാർത്തയാകുന്നില്ല? അതേസമയം വീണ വിജയൻ്റെ വാർത്ത വലിയ രീതിയിൽ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നുള്ളൂ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഈ അധികാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ₹1 അഴിമതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി നടത്തുന്ന 1000 കോടി രൂപയുടെ അഴിമതിയേക്കാൾ പ്രധാനമാണ്. അധികാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാരാണ്. ആ സർക്കാരിന് ജനങ്ങളോടാണ് ഉത്തരവാദിത്വം. അങ്ങനെ ഒരു സർക്കാരിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് ₹1 അഴിമതി വന്നാൽ പോലും അത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഒരു ജനാധിപത്യത്തിൽ. അതുകൊണ്ട് ഞാൻ ഈ വലിയ അഴിമതിയെ വളരെ പ്രധാനമായി ഒരു വലിയ അഴിമതിയായി കാണുന്നു. CMR-ലിന് അതുകൊണ്ട് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ CMR-ലിന് വാർത്താ പ്രാധാന്യം കൊടുക്കണ്ട എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ദിസ് ഈസ് എ വെരി സീരിയസ് കേസ്. ബിക്കോസ് ഇതിനകത്ത് പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നയാൾ മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്നു. മുഖ്യമന്ത്രി ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ വകുപ്പെന്ന് പറയുന്നത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വകുപ്പുമാണ്. അതുകൊണ്ട് അധികാരവുമായി ബന്ധപ്പെട്ട് ₹1 അഴിമതിയാണെങ്കിൽ പോലും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ വീണ വിജയൻ്റെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല എന്ന് നികേഷ് ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ അപ്പുറത്ത് ROC വളരെ വ്യക്തമായി പറയുന്നു, പല കാര്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു, അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ചോദിച്ചത് എന്ന് അവർ പറയുന്നുണ്ട്. കരാർ എവിടെ, സേവനം എങ്ങനെയാണ്, കൊടുത്ത സേവനങ്ങൾ എന്തൊക്കെയാണ്, കമ്പനിയുമായി നടത്തിയിട്ടുള്ള ആശയവിനിമയങ്ങളുടെ രേഖകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ക്ലാരിറ്റി നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഡ്യൂബിയസ് ആണ്. അങ്ങനെ ഡ്യൂബിയസ് ആണ് എങ്കിൽ പിന്നെ 447-ഉം 448-ഉം ആപ്ലിക്കബിൾ ആണ്. ഇവിടെ അങ്ങനെയാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലാണ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൈക്കൂലിയാണ്, അഴിമതിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനും വരുന്നു, PMLA ആക്ടും വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ഒരു അവസരം കിട്ടുമ്പോൾ ഇത്തരത്തിൽ ROC ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കുന്നു. ആ സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറയുന്ന ഒരു റിപ്പോർട്ടിനുമേൽ കേന്ദ്ര സർക്കാരിനും കോർപ്പറേറ്റ് വകുപ്പിനും ആക്ഷൻസ് എടുക്കാമെന്നിരിക്കെ അവിടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ വ്യക്തമായി പറയേണ്ടതുണ്ട്. അവിടെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂബിയസ് ആണെന്ന് ആ ബോഡി കണ്ടെത്തും. അങ്ങനെ ഡ്യൂബിയസ് ആയിരിക്കുന്നു എന്നാണ് ആ ബോഡിയുടെ കണ്ടെത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ശുപാർശ വന്നിരിക്കുന്നത്. പിന്നെ സാങ്കേതികമായ പിഴവ് എന്ന് പറയുന്നത്, നോക്കൂ, സാങ്കേതികമായ പിഴവ് എല്ലാ കാര്യങ്ങളിലും സാങ്കേതികമായ പിഴവുണ്ട്. ഇപ്പം നമ്മൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അത് സീബ്ര ലൈനിലൂടെ മുറിച്ച് കടന്നിട്ടില്ല എങ്കിൽ അത് സാങ്കേതികമായ പിഴവാണ്. ഇവിടെ ആ സാങ്കേതികമായ പിഴവ് വരുത്തുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഇപ്പോൾ ഒരു കമ്പനി നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ കമ്പനി നടത്തുന്ന ആളുകൾക്ക് അതെങ്ങനെയാണ് ഡോർമെൻ്റായി പ്രഖ്യാപിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വിദഗ്ധോപദേശം ഒന്ന് കിട്ടും. അതല്ല ഇവിടെ ഇപ്പോൾ കുഴുങ്ങിയിരിക്കുന്ന ആ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ്, അയാളെയും പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ പറഞ്ഞ ആദായ നികുതി കൊടുക്കാനുള്ളത് 42 ലക്ഷത്തിൻ്റെ ആദായ നികുതി കൊടുക്കാനുള്ളത് മറച്ചുവെച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. 2 സാമ്പത്തിക ഇടപാടുകൾ കഴിഞ്ഞ 2 വർഷമായി നടക്കാത്തൊരു കമ്പനിയാണ് ഡോർമെൻ്റായി പ്രഖ്യാപിക്കുക. ഇവിടെ 22 നവംബറിൽ ഈ കമ്പനി പൂട്ടുമ്പോൾ 21 മെയ് മാസം ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട രേഖകൾ മറച്ചുവെച്ചു. ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് ഇത് വളരെ നിഷ്കളങ്കമായ ഒരു ക്രൈമായി കാണുന്നതേയില്ല. ഔട്ട്ലുക്കും പവർ ബിൽഡറും ടാലിയും പോലുള്ള സോഫ്റ്റ്വെയറിന് പരമാവധി ഒരു മാസം 3000 രൂപ കിട്ടാവുന്ന ഒരു AMC-യിൽ 1.25 കോടി രൂപ അത് ഒരു കമ്പനി എന്ന നിലയ്ക്കും പിന്നെ വ്യക്തിപരമായും വീണ വിജയൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സേവനങ്ങൾ അവർക്ക് എന്തൊക്കെയാണ് കൊടുത്തത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതുവരെ അവർ സംശയത്തിൻ്റെ നിഴലിലാണ്. അവർ ബോധ്യപ്പെടുത്താൻ അവർക്ക് ബാധ്യതയുണ്ട്. കാരണം അവരൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, അവരൊരു അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഒരു ചെറിയ കളങ്കം പോലും ഉണ്ടായിരുന്നതാണല്ലോ. ഇപ്പോൾ കമാൽ പാഷയുടെ ഒരു ഒറ്റ വാക്കിലാണ് സംസ്ഥാനത്ത് KM മാണി രാജിവെച്ചത്. എന്തായിരുന്നു? സീസർ മാത്രം പോരാ, എന്താ സീസറിൻ്റെ ഭാര്യയും പിന്നെ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഒറ്റ വാക്കിൻ്റെ പേരിൽ KM മാണി രാജിവെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ നമുക്ക് ഈ CMR-ലുമായി ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടുന്നതിൽ തുടങ്ങുന്നു പ്രശ്നങ്ങൾ. കാരണം വെച്ചാൽ CMR-ൽ കേരളത്തിൽ വരുത്തി വെച്ചിട്ടുള്ള പരിസ്ഥിതി വിനാശം ചെറുതല്ല. അങ്ങനെയുള്ളൊരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയുമായിട്ടൊരു മുഖ്യമന്ത്രിയുടെ മകള്, അവരൊരു എന്റർപ്രന്യൂർ എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മളിങ്ങനെ അങ്ങ് വാദിച്ചു കളയും. നിങ്ങൾ സംസാരിച്ചിരുന്നു, ഞാൻ പറയട്ടെ, വാദിച്ചു കളയും. അതെ, ഒറ്റ കാര്യം, ഇത് കംപ്ലീറ്റ് ചെയ്യാതെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വാദിച്ചു കളയും. CMR-ൽ പോലുള്ള ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയുമായിട്ട്
പിണറായി വിജയനെ പോലെ സോഷ്യലി കമ്മിറ്റഡ് ആയ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാളുടെ മകൾ ഒരു ഡീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനമാണ്. അത് പാർട്ടി പ്ലീനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രേഖകൾ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ. നിങ്ങളുടെ കുടുംബവും വളരെ പ്രധാനമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കുടുംബത്തിനും ഈ പറയുന്ന ഒരു തരത്തിലുള്ള കരുനിഴലും വീഴാൻ പാടില്ല. ആ അർത്ഥത്തിൽ സുതാര്യമായ രാഷ്ട്രീയ ജീവിതം ജീവിക്കേണ്ടവരാണ്. ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് അങ്ങേയറ്റം കേരളത്തിൽ പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന ഒരു അപകടകരമായ കമ്പനിയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കുകയും അതിന് വേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ ഇതിൻ്റെ സാങ്കേതികത്വമൊക്കെ വിടുന്നു. ഇതിനകത്ത് 1.25 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അത് കൈപ്പറ്റിയെന്ന് വീണ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ GST അടച്ച രേഖ കാണിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. ആ വാങ്ങിയതിൻ്റെ സേവനം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് അവർക്ക് പറയാൻ കഴിയുന്നില്ല. നിമിഷം വരെ അവർ പറഞ്ഞിട്ടില്ല. അതേ സംബന്ധിച്ച് പല ബോഡികൾ പല കണ്ടെത്തലുകൾ നടത്തുന്നു. ചില അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ വിനിയോഗിക്കായിരിക്കും. വിജിലൻസിലൊരു കേസുണ്ടല്ലോ, മാത്യു കൊള്ളനാടൻ കൊടുത്തൊരു കേസുണ്ടല്ലോ. ആ കേസ് എന്താ അന്വേഷിക്കാത്ത? ആ കേസിൽ അന്വേഷിച്ചാൽ പിന്നെ എളുപ്പമായി, കുറച്ചുകൂടി എളുപ്പത്തിൽ സർക്കാരിന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു അഴിമതിയുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു വ്യക്തത കുറവുമില്ല. അത് സാങ്കേതികമായ വീഴ്ചയായിട്ട് ഞാൻ കാണുന്നില്ല. അതൊരു പ്രതിപക്ഷ ആരോപണം മാത്രമായിട്ട് ഞാൻ കാണുന്നില്ല. അത് കേന്ദ്രത്തിൻ്റെ ഒരു രാഷ്ട്രീയ പകപോക്കലായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ യു ഷുഡ് കം ഔട്ട് വിത്ത് ക്ലാരിറ്റി. നിങ്ങൾ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതുവരെ ഈ പ്രശ്നം നിൽക്കും. അഴിമതിയുടെ നിർവചനത്തിൽ Meet the editors.